ഇനി ഫ്രഞ്ച് കോളനിയിലെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. വലിയ പോൾ വാക്കർ ഒന്നും അല്ലെങ്കിലും കഴിഞ്ഞ 8 വർഷമായിട്ട് നാട്ടിലും GCCയിലും ഒക്കെ 2 വീലും 4 വീലും ഒക്കെ ഓടിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തിനോ വേണ്ടി മിന്നിക്കളിക്കുന്ന ട്രാഫിക് സിഗ്നൽസ്, ആർക്കോ വേണ്ടി നിർമ്മിച്ചു വെച്ചേക്കുന്ന റൗണ്ട് അബൌട്ട്, ട്രാഫിക് നിയമങ്ങളില്ല, ഹെൽമെറ്റ് ഇല്ല, സീറ്റ് ബെൽറ്റ് ഇല്ല, ഒന്നുമില്ല. ENT ഡോക്ടേഴ്സിന് അവിടെ ഒരു ക്ഷാമം ഉണ്ടാവില്ല കേട്ടോ. കാരണം ചെവിക്കല്ല് പൊട്ടാൻ രീതിയിലാണ് അവര് ഹോൺ ഉപയോഗിക്കുന്നത്. മറ്റൊരു നാട്ടിൽ ചെന്നിട്ട് അവരെ വിമർശിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല കേട്ടോ. പക്ഷെ ഈ ഒരു കാര്യം പറയാതിരിക്കാനേ വയ്യ. റോഡ് നിയമങ്ങൾ പാലിക്കുവാൻ അവരെത്രയോ പുരോഗമിക്കാനിരിക്കുന്നു കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ സ്പോട്ടിലോട്ട് വരാം. ഫ്രഞ്ച് കോളനി അല്ലെങ്കിൽ വൈറ്റ് ടൗൺ. കൊളോണിയൽ ആർക്കിടെക്ചർ, ട്രീ ലൈൻ ബോൾവാർഡ്സ്, ചിക് കഫേസ്, കളർഫുൾ വില്ലാസ്, ഇതിന്റെ എല്ലാം ഒരു ബ്ലെൻഡ് ആണ് ഫ്രഞ്ച് കോളനി. എ ടച്ച് ഓഫ് യൂറോപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫ്രഞ്ച് കോളനി നല്ലൊരു ഓപ്ഷനാണ്. ഇനി നമ്മൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയാം. പൂജ ഹോളിഡേയ്സിന്റെ ടൈമാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തില്ലാത്ത ടൂറിസ്റ്റുകൾ മൊത്തം വന്ന് പോണ്ടിച്ചേരിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടേക്ക് പോയിട്ടുണ്ടോ അവിടെ ഒക്കെയും വമ്പിച്ച റഷായിരുന്നു കേട്ടോ. ഒരു സ്ഥലവും ഞങ്ങൾക്ക് മര്യാദക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഈ റിയൽ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങളെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് കോളനിയിൽ നിന്ന് നേരെ ചെന്നിറങ്ങുന്നത് ഒരു മാർക്കറ്റ് പ്ലേസിലേക്കാണ് കേട്ടോ. അതും കഴിഞ്ഞ് നേരെ ചെന്നാല് നമ്മുടെ ഭാവന അടിതെറ്റി വീഴുന്ന ഒരു ബീച്ചിലെ, അതെ, റോക്ക് ബീച്ച്, അവിടേക്കാണ്. നിങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ? ജനപ്രവാഹമായിരുന്നു മൊത്തത്തില്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, ആ ദിവസമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിക്ക് പൂമാല അണിയിക്കാൻ ഒത്തിരി പേര് ക്യൂ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പോണ്ടിച്ചേരിയിലേക്ക് വരാൻ താല്പര്യമുള്ളവരോട് 1-2 ഉപദേശങ്ങൾ തരാം. ഒന്ന്, എന്തൊക്കെ സംഭവിച്ചാലും ഹോളിഡേയ്സോ വീക്കെൻഡ്സോ ചൂസ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാക്കില്ല. ഞങ്ങളെപ്പോലെ വെറുതെ വന്ന് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. 2, സ്കൂട്ടി റെന്റ് എടുക്കാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ഹെൽമെറ്റ് വേണ്ട, മറിച്ച് ഇയർബഡ്സ് കൊണ്ടുവന്നാൽ മതി. തല പോയാൽ എന്താ, ചെവിക്ക് കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ. അങ്ങനെ ഫ്രഞ്ച് കോളനി വരെ വന്നിട്ട് നല്ലൊരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. ആ ഒരു വിഷമം തീർക്കാൻ കുറച്ചു നേരം കടൽക്കാറ്റും കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ടും വിഷമം മാറുന്നില്ല എന്ന് കണ്ടപ്പോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഇപ്പോ നിങ്ങൾ ചിന്തിച്ചത്, വലിയ ഡയലോഗ് കടിച്ചിട്ട് നിങ്ങളുടെ തലയിലും കാണുന്നില്ലല്ലോ ഹെൽമെറ്റ് എന്നല്ലേ? പരിസ്ഥിതി മുഴുവൻ ദുർഗന്ധം വമിച്ചു തുടങ്ങിയ കൂട്ടത്തില് ഒരു ചന്ദനത്തിരിയാണ് ഉള്ളതെങ്കിൽ പോലും അതിന്റെ സുഗന്ധം നഷ്ടപ്പെട്ടു തുടങ്ങും. സോ വെൻ ഇൻ റോം, ഡു ആസ് ദ റോമൻസ് ഡു. അതുകൊണ്ട് ഒരാള് മാത്രം ഒബേ ചെയ്യാന്ന് പറയുന്നത് ഇംപ്രാക്ടിക്കൽ ആണ്, കൂട്ടത്തിൽ അൺസേഫും ആണ്. വരണ വരവ് കണ്ട വിഷമം മാറാൻ ഇതിന്റെ അപ്പുറം ഇനി എന്ത് വേണം? പോണ്ടിച്ചേരിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പിസ്സ സ്പോട്ട് ആണിത്. ഒരു കാര്യം പറയട്ടെ, ഷോപ്പിന്റെ പേര് ഞാൻ മറന്നു. ബോർ അടിച്ചിട്ടില്ലെങ്കിൽ കൂടെ കുടിക്കോ. ഇനിയുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.